ഞാനിന്ന് പറയാൻ പോകുന്നത് 48 വയസ്സുള്ള ഒരു വ്യക്തിയുടെ ഒരു ഡയബറ്റിക് സ്റ്റോറിയാണ്. ഏകദേശം 1 വർഷമായിട്ട് ഡയബറ്റിക് ആണ്. കറക്റ്റ് ഡോക്ടറിനെ കണ്ട് മെഡിസിൻ എടുക്കുന്ന ഒരു വ്യക്തി. പക്ഷേ ഈ 1 വർഷത്തിനിടയിൽ ഏകദേശം 15 കിലോയോളം വെയിറ്റ് കുറഞ്ഞതായിട്ട് കാണപ്പെട്ടു. അതുപോലെ തന്നെ നല്ലപോലെ ക്ഷീണവും മറ്റ് അസ്വസ്ഥതകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പം പ്രോപ്പറായിട്ടൊരു ഡയറ്റ് റീകോൾ എടുത്തപ്പോൾ അറിയാൻ സാധിച്ചത് അദ്ദേഹം എടുക്കുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ബാക്കി പോഷക പ്രോട്ടീൻ എന്നിവ പോലുള്ളതും ഡയറ്റിൽ കുറവായിട്ട് കാണപ്പെട്ടു. അപ്പോൾ എന്തെന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഷുഗർ ആയതുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് കുറച്ചതാണ്. അപ്പോൾ നമുക്കൊരു പ്രോപ്പർ ഡയറ്റ് കൗൺസിലിങ്ങിലൂടെ അദ്ദേഹത്തിന് കാര്യം പറയുകയും പിന്നെയുള്ള 4-5 വിസിറ്റിന് ശേഷം അദ്ദേഹം വന്നപ്പോൾ നല്ല രീതിയിലുള്ള ഹെൽത്തി വെയിറ്റ് ഗെയിനും കാണാൻ സാധിച്ചു. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഈ ഡയബറ്റിക് പേഷ്യൻസ് കാർബോഹൈഡ്രേറ്റ് അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കഴിക്കേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ കൂടുതലും നമ്മുടെ ഡയറ്റിൽ സിമ്പിൾ കാർബോഹൈഡ്രേറ്റിന് പകരം കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ 50-25-25 എന്നുള്ള പ്ലേറ്റ് റൂള് ഫോളോ ചെയ്യുക. എന്താണ് 50% വെജിറ്റബിൾസ് ആയിരിക്കണം നമ്മൾ എടുക്കുന്ന ഒരു പ്ലേറ്റിൽ കാണേണ്ടത്. ബാക്കി 25% പ്രോട്ടീനും ബാക്കി 25% കാർബോഹൈഡ്രേറ്റ് എടുക്കാം. ഇപ്പോൾ ഇതൊരു ബാലൻസ്ഡ് മീലാണ്. അപ്പോൾ നമുക്ക് ഈ ബാലൻസ്ഡ് മീൽ കഴിക്കുന്ന വഴി നമുക്ക് എല്ലാ കാർബും പ്രോട്ടീനും ബാക്കി മിനറൽസും എല്ലാം നമ്മുടെ ഒരു എനർജി റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് ഒരുപോലെ കിട്ടും. അല്ലാതെ നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഒരു കാർബോഹൈഡ്രേറ്റോ ഏതെങ്കിലും ന്യൂട്രിയൻസോ സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള നമുക്ക് ബുദ്ധിമുട്ടുകൾ കാണും. അപ്പോൾ നമ്മൾ ഏതൊരു വ്യക്തിയും എപ്പോഴും നല്ല രീതിയിലുള്ള ബാലൻസ്ഡ് ഡയറ്റ് എടുക്കുന്നത് വളരെ മികച്ചൊരു തീരുമാനമാണ്. അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസ് കാർബ് അവോയ്ഡേണ്ട ആവശ്യം ഇല്ല എന്നുള്ള കാര്യം എന്തായാലും മനസ്സിലായി. അപ്പോൾ നമ്മൾ നമ്മുടെ ഇതനുസരിച്ചുള്ള ബാലൻസ്ഡ് മീലായിട്ട് കഴിക്കാൻ നോക്കാം. അപ്പോൾ ഇതുവഴി നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. താങ്ക് യു.